നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ട്രഡീഷണൽ പാലക്ക മാലകളാണ്. പാലക്ക മാലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ ആയിട്ട് ധരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മാച്ചിങ് ആയിട്ട് തോന്നും. അത് മാത്രമല്ല, നമുക്ക് മുമ്പേ ഉള്ള കളക്ഷൻ ആണെങ്കിൽ പോലും ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവാതെ നിലകൊള്ളുന്ന ഒരുപാട് ആവശ്യക്കാർ ചോദിച്ചു വരുന്ന ഒരു കളക്ഷനാണ് ശരിക്കും പാലക്ക മാലകൾക്കുള്ളത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് പാലക്ക മാലയിൽ പരിചയപ്പെടാനുള്ളത് നാഗപടം മാലയാണ്. നാഗപടം മാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സെന്ററിൽ വരുന്ന ഒരു ഗ്രീൻ സ്റ്റോൺ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പാലക്ക മാലകളിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടാണ് ശരിക്കും ഇതിനെ നാഗപടം മാല എന്ന് പറയുന്നത്. ഇതിന് 2 പവനാണ് ഇപ്പോൾ തൂക്കം വരുന്നത്. നമ്മൾ രണ്ടാമത്തെ മാല പരിചയപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ മാല നമ്മൾ പറയുന്നത് മാങ്ങാമാല എന്നാണ്. ഇതെല്ലാം പാലക്ക മാലകളിൽ പെടുന്ന മാലകളാണ്. ഇതിന്റെ മാങ്ങാമാല എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റൈൽ കൊണ്ടാണ്. അതിനും അട്രാക്ഷനായി വരുന്നത്, സെന്റർ ഓഫ് അട്രാക്ഷനായി വരുന്നത് ആ ഒരു ഗ്രീൻ സ്റ്റോൺ തന്നെയാണ്. അപ്പൊ ഇതിന്റെ തൂക്കം വരുന്നത് 2.25 പവനാണ്. നമുക്ക് മൂന്നാമത്തെ മാല പരിചയപ്പെടുകയാണെങ്കിൽ മൂന്നാമത്തെ മാല വരുന്നത് പാലക്ക മാല തന്നെയാണ്. എക്സാക്ട് പാലക്കയുടെ ഡിസൈൻ തന്നെയാണ് ഈ മാലക്കുള്ളത്. ഇതിനും ഗ്രീൻ ആ ഒരു സ്പോട്ട് തന്നെ അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റോൺ വരുന്ന ആ ഒരു സെന്റർ ഭാഗം തന്നെയാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒക്കെ പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വെഡിങ് കളക്ഷൻസിന്റെ ഒപ്പം മാച്ച് ചെയ്ത് എടുക്കുന്നതും പിന്നീട് നമുക്ക് സിംഗിൾ ആയി തന്നെ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലമാരയിൽ എടുത്ത സ്വർണ്ണമൊക്കെ വെക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്കത് സിംഗിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. നമുക്ക് ടെമ്പിൾസിലേക്കൊക്കെ പോകുമ്പോൾ ടെമ്പിൾ കളക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ശരിക്കും പാലക്ക മാലകൾക്കുള്ളത്. ഇനി നാലാമത്തതിലേക്ക് വരികയാണെങ്കിൽ നാലാമത്തതിൽ മെയിൻ അട്രാക്ഷൻ വരുന്നത് കൃഷ്ണന്റെ ഒരു വർക്ക്സ് അതിൽ വരുന്നുണ്ട്. അതൊരു റൗണ്ട് ഷേപ്പിലാണ് അതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അത് 4 പവനാണ് ഇതിന്റെ തൂക്കം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പാലക്ക മാലയുടെ തൂക്കം വരുന്നത് 3.5 പവനാണ്. അപ്പോൾ ഇത് 3.5 പവന്റെ മാലയാണ്, ഇത് 4 പവന്റെ മാലയാണ്. ഇതിനും വെറൈറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആ റൗണ്ട് ഡിസൈൻ ആണ് അതിൽ വരുന്നത്. അത് മാത്രമല്ല കൃഷ്ണന്റെ വർക്കും വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പാലക്ക മാലകൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും നമുക്ക് എൻക്വയറി വരുന്നതും ഒക്കെ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ട് മാച്ച് ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് നൊസ്റ്റാൾജിയൊക്കെ കൊടുക്കുന്ന ഡിസൈൻസ് ആണ്. നമുക്കൊക്കെ അറിയാവുന്ന ഡിസൈനാണ് എങ്കിൽ പോലും ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവാതെ ആളുകൾ എൻക്വയറി നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതിന് പണിക്കൂലി ഒരുപാട് കൂടുതലാണെന്ന്. അങ്ങനെ ഒരു പേടിയും ടെൻഷനും ആർക്കും വേണ്ട. നമുക്ക് കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്ന് ഹോൾസെയിൽ പണിക്കൂലിയിൽ നമുക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മാലയെ പറ്റി കൂടുതൽ അറിയുവാനും ഇത് പർച്ചേസ് ചെയ്യുവാനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Coloricals Gold Park, Payyanur. Our sister concern, Pere Pardon's Gold and Diamonds. Manufacturers and wholesalers. Nedumangad, Neyatankara, Kottarakara, Karunagapalli.